അല്ല, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾക്ക് അമേരിക്കയിൽ ട്രംപ് വന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലോൺ മസ്കിൻ്റെ EVകൾക്ക് ടാക്സ് കുറയ്ക്കുന്നു, അവർക്ക് ഇന്ത്യയിലേക്ക് പെർമിഷൻ കിട്ടുന്നു, ആദ്യത്തെ ഷോറൂം മുംബൈയിൽ തുറക്കുന്നു. അതുപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കണക്ഷനുമായിട്ട് നമ്മുടെ നാട്ടിലെ എയർടെല്ലും ജിയോയും ലിങ്ക് ആവാൻ പോവാണ്. ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു? ഇലോൺ മസ്കിൻ്റെ EV ബ്രാൻഡായിട്ടുള്ള ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള EVകൾക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരാൻ പോകുന്ന ഇലോൺ മസ്കിൻ്റെ മറ്റൊരു ടെക്നോളജിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർനെറ്റ് ടെക്നോളജി. നമ്മുടെ എയർടെല്ലും ജിയോയൊക്കെ ഓടി നടന്ന് ഇപ്പോൾ സ്റ്റാർലിങ്കുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സ്റ്റാർലിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന 5G നെറ്റ്വർക്കൊക്കെ അത് ടവേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ കാണാറില്ല വലിയ വലിയ ടവറുകൾ. എന്നാൽ ഈ പറയുന്ന ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് ടെക്നോളജിക്ക് ടവേഴ്സിൻ്റെ ആവശ്യമില്ല. അവർ ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്നാണ് ഇൻ്റർനെറ്റ് ഓരോ മൊബൈലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 5G ടെക്നോളജിയിൽ ടവേഴ്സിൻ്റെ കൂടെ ചില സാറ്റലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സാറ്റലൈറ്റ് അടക്കം നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 37,000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കണമെന്ന് തന്നെ നമ്മുടെ സിഗ്നൽ ട്രാവൽ ചെയ്യാനായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലാറ്റൻസി ഫീൽ ചെയ്യും, അതായത് ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ പരിപാടിയിൽ ടവറുകളില്ല, പകരം ഈ പറഞ്ഞ സാറ്റലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് വെറും 550 കിലോമീറ്റർ മാത്രമേ ഈ സാറ്റലൈറ്റുകൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാറ്റൻസി വളരെ കുറവായിരിക്കും. മാത്രമല്ല, ടവർ ഇല്ലാത്ത റൂറൽ ആയിട്ടുള്ള സ്ഥലത്ത് പോലും ഇൻ്റർനെറ്റ് വളരെ സ്പീഡായിട്ട് കിട്ടും. നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭൂമികുലുക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും നെറ്റിനൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ഇത് ഇന്ത്യയിൽ ഒരു പുതിയ ഇൻ്റർനെറ്റ് വിപ്ലവം ഉണ്ടാക്കും. മസ്കിനായിട്ട് കൊളാബ് ചെയ്യാത്ത മറ്റ് കമ്പനികളുടെ ഗതി അതോ ഗതി. ഇവിടുത്തെ ടെലികോം മണ്ടന്മാർക്ക് അറിയില്ലല്ലോ മസ്ക് ആരാണെന്ന്. മസ്കിൻ്റെ അടുത്തൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. പണ്ട് യുക്രൈനിൽ യുദ്ധം ഉണ്ടായ സമയത്ത് അവിടെ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കൊടുത്തു. പക്ഷേ ഈ അടുത്തിടെ യുക്രൈൻ പ്രസിഡന്റ് നമ്മുടെ ട്രംപിനായിട്ട് ചെറിയ എലമെൻ്റ് ആയപ്പോഴേക്കും അവിടുത്തെ നെറ്റ് മൊത്തം പിൻവലിക്കാൻ പോകണമെന്നാണ് മസ്ക് പറഞ്ഞത്. അവർക്ക് പകരം ആരോ നെറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ടെലികോമൊക്കെ മസ്കിന് കൊടുത്തു കഴിഞ്ഞാൽ മസ്ക് ഇവിടെ അടിച്ച് പൊളിക്കും മക്കളെ. എന്താവും എന്തോ. രസകരമായിട്ടുള്ള കണ്ടൻസ് കിട്ടാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നന്നായിരിക്കും.